വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. വയർമാൻ പെർമിറ്റ് ടെസ്റ്റിന്റെ 7ാമത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിന്ന് 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. മിക്സി, ഫ്രിഡ്ജ്, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ മുതലായവയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുത ഉപഭോഗം ഏത് ഉപകരണത്തിനാണ്? ഇപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. മിക്സി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, അയൺ ബോക്സ് ഉണ്ട്, വാട്ടർ ഹീറ്റർ. ഇവയിൽ ഏത് ഉപകരണത്തിനാണ്? നമുക്കറിയാം ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത് വാട്ടർ ഹീറ്ററിന് തന്നെയാണ്. ഉത്തരം വാട്ടർ ഹീറ്റർ. അടുത്ത 62ാമത്തെ ചോദ്യം. ട്യൂബ് ലൈറ്റ് സർക്യൂട്ടിൽ ലൈറ്റ് കത്തിയതിന് ശേഷം സ്റ്റാർട്ടർ ഊരി മാറ്റിയാൽ എന്ത് സംഭവിക്കും? അത് പഴയകാലത്തെ ട്യൂബ് ഇപ്പൊ വാങ്ങാൻ പോലും കിട്ടുന്നില്ല. എങ്കിൽ പോലും അതൊരു സീരീസ് സർക്യൂട്ടാണ്. സാധാരണ സീരീസ് സർക്യൂട്ടിൽ അത് ഊരി മാറ്റിയാൽ അത് ലൈറ്റ് അണഞ്ഞു പോകാനാണ് ചെയ്യണം. പക്ഷെ ഇവിടെ ട്യൂബിനകത്ത് ആർഗൺ ഗ്യാസ് സ്റ്റാർട്ടറിന്റെ പോയിന്റുകളെ ബൈപ്പാസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കോയിലുകളെ ബൈപ്പാസ് ചെയ്യുന്നത് കൊണ്ട് ട്യൂബ് കത്തി തന്നെ നിൽക്കും. അതായത് ഉത്തരം ട്യൂബ് തുടർന്നും പ്രവർത്തിക്കും. അടുത്തത്, ഒരു ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ ഘടിപ്പിക്കാവുന്ന പരമാവധി പോയിന്റുകളുടെ എണ്ണം എത്ര? നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. കുറച്ചു മുമ്പേ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് ഇപ്പൊ എത്ര വാട്ട് എന്നാണ് ചോദിച്ചെങ്കിൽ ഇവിടെ എത്ര പോയിന്റുകൾ എന്നാണ് ഉത്തരം. 10 എണ്ണം. എ സിയിലും ഡി സിയിലും പ്രവർത്തിക്കുന്ന മോട്ടോർ ഏതാണ്? നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിക്കുന്ന സീരീസ് മോട്ടറാണ് എ സിയിലും ഡി സിയിലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സീരീസ് മോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ സാധാരണഗതിയിൽ മിക്സി മോട്ടർ പറയുന്നത് യൂണിവേഴ്സൽ മോട്ടർ എന്നാണ്. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ. വീടുകളിൽ ഏത് തരം എർത്തിങ് ആണ് വേണ്ടത്? നമ്മൾ സാധാരണ വീടുകളിൽ ഒരുപാട് വലിയ ലോഡൊന്നും വരാത്ത അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എർത്തിങ് എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള എർത്ത് മതി. അപ്പൊ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള എർത്ത് എന്ന് പറയുന്നത് പൈപ്പ് എർത്തിങ് ആണ്. അപ്പൊ പൈപ്പ് എർത്തിങ്. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ. ഇടുക്കി ജനറേറ്റിംഗ് സ്റ്റേഷന്റെ കപ്പാസിറ്റി എത്രയാണ്? നമുക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പവർ തരുന്ന ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 780 മെഗാവാട്ടാണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ഏത് മീറ്ററാണ് ഉപയോഗിക്കുന്നത്? ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളെ മീറ്ററിൽ മറ്റേ പോയിന്റുകൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ മ്യൂസിക് കേൾക്കുന്നതാണ് കണ്ടിന്യൂറ്റി ചെക്കിംഗ് ആയിട്ട് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടർ ആണ്, അല്ലെങ്കിൽ ഓം മീറ്റർ ആണ്. ഓക്കെ. 68ാമത്തെ ക്വസ്റ്റ്യൻ. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ മീറ്ററുകൾ സാധാരണയായി ഏത് സപ്ലൈയിലാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ നേരത്തെ തന്നെ ഏതോപ്പോഴോ ഒരു മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർമനന്റ് മാഗ്നറ്റ് എന്നുള്ളതിനേക്കാളും മൂവിംഗ് കോയിൽ, മൂവിംഗ് അയൺ, അങ്ങനെ 2 ടൈപ്പ് മീറ്ററുകളാണ് നമുക്കുള്ളത്. മൂവിംഗ് അയൺ മീറ്ററുകൾ എന്ന് പറയുമ്പോൾ അത് എ സിയെയും ഡി സിയെയും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. എ സിക്കാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ഡി സിയുടെയും ഉപയോഗിക്കാം. പക്ഷേ കറക്റ്റ് റീഡിംഗ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം മൂവിംഗ് കോയിൽ മീറ്ററുകൾ ഡി സി സപ്ലൈയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉത്തരം ഡി സി സപ്ലൈയിൽ മാത്രം. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ. 5 HP വരെയുള്ള, അതായത് 5 ഹോഴ്സ് പവർ വരെയുള്ള മോട്ടോറുകൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന സ്റ്റാർട്ടറുകൾ ഏതാണ്? 5 HP മുതലോട്ടുള്ളതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഡിവോയിൽ സ്റ്റാർട്ടറാണ്. അപ്പോൾ 5 HP വരെയുള്ള ഡിവോയിൽ സ്റ്റാർട്ടറാണ്. 5 HP മുകളിലോട്ട് നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ്. 70ാമത്തെ ചോദ്യം. മെയിൻ സ്വിച്ച് ഓഫായിരുന്നാലും ഒരു എനർജി മീറ്ററിന്റെ ഡിസ്ക് കറങ്ങുന്നത് ഏത് എറർ മൂലമാണ്? ഇപ്പൊ പറയുന്ന ഡിസ്ക് കറങ്ങുന്ന ടൈപ്പ് മെക്കാനിക്കൽ മീറ്റർ നമുക്ക് ഇല്ല. എങ്കിലും ഇതിനൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാലും പുറത്തുനിന്ന് സപ്ലൈ ഉണ്ടെങ്കിൽ എനർജി മീറ്ററിന്റെ ഡിസ്ക് കറങ്ങും. അത് എന്ത് എററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം ക്രീപ്പിംഗ് എറർ. 71ാമത്തെ ചോദ്യം. CEA റെഗുലേഷൻ 2010 32ാം ചട്ടത്തിൽ ഏതുതരം വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? നമ്മൾ CEA നേരത്തെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോ 2010 32ാം ചട്ടത്തിൽ ഏതുതരം വൈദ്യുത പ്രതിഷ്ഠാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത്? നമ്മൾ 28 ചോദിച്ചു നോക്കുന്നു. അപ്പോ
ഈ ഉത്തരം ജനറേറ്റർ. 72ാമത്തെ ക്വസ്റ്റ്യൻ, ലെഡ് ആസിഡ് സെല്ലിലെ ഇലക്ട്രോലൈറ്റ് ഏതാണ്? സാധാരണ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഒഴിക്കുന്ന ആസിഡുകൾ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ ലെഡ് ആസിഡ് സെല്ലിലെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡാണ്. 73ാമത്തെ ചോദ്യം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഏത് വഴിയാണ്? നമ്മൾ ഇടുക്കി പോലത്തെ ഡാമുകളിൽ വെള്ളം എത്തിക്കുന്നത്, ജനറേറ്റർ പ്രവർത്തിക്കാനുള്ള വെള്ളം എത്തിക്കുന്നത് ഏത് വഴിയാണ്? അതിനൊരു വലിയ പൈപ്പുണ്ട്, നമ്മളെക്കാളും വലിയ പൊക്കവും വെള്ളമൊക്കെ ഉള്ള വലിയൊരു പൈപ്പുണ്ട്. അതിന്റെ പേരെന്ന് പറയുന്നത് പെൻസ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ഉത്തരം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി. 74ാമത്തെ ചോദ്യം, ഒരു MCBയുടെ സിമ്പൽ എന്താണ്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. MCBയുടെ സിമ്പൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ MCBയുടെ സിമ്പൽ നമ്മൾ ഈ മോളിൽ കാണുന്ന ഒരു ഇതാണ്. അടുത്ത ഈ വീഡിയോയിലെ അവസാനത്തതും നമ്മുടെ സീരീസിലെ 75ാമത്തെയും ചോദ്യമാണ്, ഒരു ലൈറ്റിംഗ് സർക്യൂട്ടിൽ ഉപയോഗിക്കാവുന്ന MCBയുടെ പരമാവധി റേറ്റിംഗ് എത്രയാണ്? നോർമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആംപിയർ ആണ്. അതിന് മുകളിലോട്ടുള്ള 10 ആംപിയറും 16 ആംപിയറും എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പവർ സർക്യൂട്ടുകളിലേക്ക് ഉപയോഗിക്കേണ്ടതാണ്. ലൈറ്റിംഗ് സർക്യൂട്ട് എന്നാൽ ലൈറ്റ്, ഫാൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ സർക്യൂട്ടിലേക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.